ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ. കണ്ണൂർ ജില്ലയിൽ ആദികടലായി ബീച്ചിലാണ്, എൻ്റെ സ്വന്തം നാട്ടിലാണ്. അപ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ വർഷവും ഇതേ ടൈമിൽ കാലവർഷം സ്റ്റാർട്ടായ അന്ന് തൊട്ട് എനിക്ക് തോന്നുന്നു 2-3 വീഡിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതേ വിഷയം ഉന്നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം വേണ്ടപ്പെട്ട അധികാരികളിലൊക്കെ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിലും അതുപോലെ തന്നെ കോർപ്പറേഷൻ എടക്കാട് സോണിലും ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കംപ്ലൈൻറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരും നാട്ടിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ ഇതുവരെ ആയിട്ട് എന്താ പറയുക, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു നടപടിയോ ഒന്നും തന്നെ ഈ ഒരു കടൽ ഭിത്തി പുനഃസ്ഥാപിക്കാനോ കാര്യങ്ങളുമായിട്ട് ഒന്നിനും തന്നെ മുൻപോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പം മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ. ഞാൻ ദൃശ്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പം ഈ ഒരു ബീച്ചിൽ ഈ ഒരു കടൽ ഭിത്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ വർഷം ഇതേ മഴക്കാലത്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പരമമായിട്ടുള്ള സത്യം. അപ്പം ഈ ഒരു വിഷയമായിട്ട് സംബന്ധിച്ചിട്ട് നമ്മുടെ കണ്ണൂർ കോർപ്പറേഷനിലും അതുപോലെ തന്നെ കളക്ടർ ഓഫീസിലും നമ്മുടെ എടക്കാട് സോണൽ ഓഫീസിൽ, അതായത് കോർപ്പറേഷൻ എടക്കാട് സോൺ ഓഫീസിലും ഞാൻ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം യാതൊരുവിധ റെസ്പോൺസും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഭാഗത്തൊക്കെ മൊത്തം വീടുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പം ശക്തമായിട്ടുള്ള കടലാക്രമണം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയ. മൈതാനപ്പള്ളി തൊട്ട് കടലായി ബീച്ച് എൻഡ്, അങ്ങ് അകലെ കാണുന്നതാണ് കടലായി ഈ ഒരു ബീച്ചിൻ്റെ എൻഡ്. അപ്പം ആ ഒരു ഭാഗം വരെ കടൽ ഭിത്തി ഏകദേശം എനിക്ക് തോന്നുന്നു 5-8 വർഷം മുൻപ് ഇവിടെ പണിതിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോഴത്തെ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജനങ്ങളുടെ സംരക്ഷണത്തിനോ ജനങ്ങളുടെ ജീവിതത്തിനോ ജനങ്ങളുടെ ജീവനോ യാതൊരുവിധ വിലയും കൽപ്പിക്കുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭരണാധികാരികൾ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ടുള്ള അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, മൊത്തം ഈ ഒരു ഭാഗം മൊത്തം നശിച്ചിട്ടാണ് ഉള്ളത്. ഈ ഒരു കടൽ ഭിത്തി ഇല്ലയെന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. കുറച്ച് കല്ലുകൾ ഇവിടെ ഇങ്ങനെ ഉണ്ട് എന്നല്ലാതെ അതൊരു നല്ല രീതിയിൽ കെട്ടിപ്പടുത്ത് വെക്കാനോ അത് മൈൻറ്റെയിൻ ചെയ്യാനോ നമ്മുടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾക്ക് അവർക്ക് നാളിതുവരെ ആയിട്ട് പറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഏകദേശം 5-8 വർഷത്തിന് മുകളിലായി ഈ ഭാഗത്ത് കടൽ ഭിത്തി പുനഃസ്ഥാപിച്ചിട്ട്. നിങ്ങൾ നോക്കിയേ, ഇങ്ങനെ അങ്ങത്തോളം മൊത്തം കടൽ ഭിത്തി നശിച്ചിട്ടുള്ള തീരെ ഇല്ല, ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, കാലവർഷം സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ, ആകെ 1-2 ആഴ്ച കഴിയുന്നേ ഉള്ളൂ. അപ്പം ഇനി അങ്ങോട്ട് മഴക്കാലം എന്താ പറയുക, കർക്കിടക മാസമൊക്കെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടൽക്ഷോഭം രൂക്ഷമായി കൊണ്ടുവരും. അപ്പം ആ ഒരു അവസരത്തിൽ നമ്മളെ ജനങ്ങളുടെ ജീവന് ഭീഷണി തന്നെയാണ് ഈ ഒരു കടൽ ഭിത്തി എന്ന് പറയുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടൽ ഭിത്തി ഇല്ല. നോക്കിയേ, അങ്ങകലെ ഒരു പള്ളിയുണ്ട്, മൊത്തം ചുറ്റുപാടും വീടുകളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. കണ്ടോ? അപ്പോൾ ഇതാണ് നാട്ടിലെ അവസ്ഥ കേട്ടോ. മാക്സിമം ഈ ഒരു വീഡിയോ കഴിയുവാണെങ്കിൽ വേണ്ടപ്പെട്ട അധികാരികളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ആരോടാ പറയേണ്ടത്? ഞാനിതിങ്ങനെ വീഡിയോ എടുത്തിടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ അല്ലാതെ വേണ്ടപ്പെട്ട അധികാരികളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു മാർഗവുമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിങ്ങനെ വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നാട്ടിലെ അവസ്ഥ. മൊത്തം കടൽ ഭിത്തി എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഇല്ല. തൊട്ടടുത്ത് പുഴയാണ്, അതിന് തൊട്ടപ്പുറമായിട്ട് വീടുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയും കൂടിയാണ്. അപ്പം ഇതെങ്ങനെ ഇവിടെ ജനങ്ങൾ രാത്രികാലങ്ങളിലൊക്കെ കടൽക്ഷോഭം ഉണ്ടാകുന്ന ടൈമിൽ വിശ്വസിച്ചിട്ട് താമസിക്കാം? നിങ്ങൾ പറഞ്ഞോ. അപ്പോൾ ഇതാണ് നാട്ടിലെ അവസ്ഥ കേട്ടോ. കടൽ ഭിത്തി എന്ന് പറഞ്ഞ സാധനം ഇവിടുന്ന് അങ്ങത്തോളം ഇല്ല. ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവിൽ കടൽ ഭിത്തി ഇവിടെ പൂർണ്ണമായും നശിച്ച നിലയിലാണ്. അപ്പം വേണ്ടപ്പെട്ട അധികാരികളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാം പ്ലീസ്. കണ്ടോ, മൊത്തം കടലടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ. കാലത്ത് വരുവാന്ന് ഞാനിപ്പം വൈകിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ആക്ച്വലി കടലാക്രമണം ഉള്ള ടൈമിൽ, അതായത് ഇപ്പം വേലി
ഇറക്കാണ്. അപ്പം വേലിയേറ്റത്തിൻ്റെ ടൈം വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഭീകര ദൃശ്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ നോക്കിയിട്ട് നാളെ അതൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു കടലാക്രമണത്തിൻ്റെ ടൈമിൽ, അതായത് വേലിയേറ്റ ടൈമിലുള്ള ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പം മാക്സിമം ഈ ഒരു വീഡിയോ കഴിയുവാണെങ്കിൽ വേണ്ടപ്പെട്ട അധികാരികളിലേക്ക് നിങ്ങൾ എത്തിക്കാം.